മണ്ഡലത്തിന്റെ വികസനത്തിന് പിറവം MLA ഒന്നും ചെയ്തില്ല. കൂത്താട്ടുകുളത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂത്താട്ടുകുളം മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ കുറ്റവിചാരണ സദസ്സ് CPIM കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി PB രതീഷ് ഉദ്ഘാടനം ചെയ്തു. 14.5 വർഷം തുടർച്ചയായി ഒരു പ്രദേശത്തിൻ്റെ MLA ആയിരിക്കുക, അതിൽ 4.5 വർഷക്കാലം മന്ത്രിയായി പ്രവർത്തിക്കുക എന്നാൽ അത് ആ പ്രദേശത്തെ സംബന്ധിച്ച് ചെറിയ കാര്യമല്ല. ആ നിലയിൽ ദീർഘകാലം ഈ ചുമതലകൾ നിർവഹിച്ച് പിറവം മണ്ഡലത്തിൽ പ്രവർത്തിച്ച ഇപ്പോഴത്തെ MLA ഈ മണ്ഡലത്തിൻ്റെ വികസനത്തിൽ എന്തു ചെയ്തു എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ സദസ്സിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തുന്നത്. ഈ ചോദ്യം സ്വാഭാവികമായി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിലാണ് ഈ ചോദ്യം LDF ഉയർത്തുന്നത്. ഈ ചോദ്യം ഉയർത്തേണ്ട സമയവും ഇത് തന്നെയാണ്. കാരണം ഏപ്രിൽ മാസം ആദ്യം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിറവം നിയോജക മണ്ഡലത്തിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി നിലവിലെ MLA തന്നെയാകും സ്വാഭാവികമായും വരിക. അങ്ങനെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഈ ദീർഘകാലം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച അധികാരി എന്ന നിലയിൽ ഈ പ്രദേശത്തിനു വേണ്ടി എന്തു ചെയ്തു എന്ന ചോദ്യവും അതിൻ്റെ ഉത്തരവും വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ നിർണായകമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ, നേതാക്കന്മാർ, MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് ജനങ്ങളോട് മറുപടി എന്ന നിലയിൽ വിശദീകരിക്കും എന്ന് തന്നെയാണ്. ഈ കുറ്റവിചാരണ സദസ്സിൽ MLA ഓരോ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളെ സംബന്ധിച്ചോ അവ ഏതെല്ലാം നടപ്പായി എന്ന് സംബന്ധിച്ചോ ഉള്ള ചോദ്യങ്ങളല്ല ഈ സദസ്സിൽ ഞങ്ങൾ ഉന്നയിക്കുന്നത്. MLA ഓരോ ഘട്ടങ്ങളിലും വിവിധങ്ങളായ വാഗ്ദാനങ്ങൾ ഓരോ പ്രദേശത്തും നൽകിയിട്ടുണ്ട്. ഇപ്പൊ കൂത്താട്ടുകുളത്താണെങ്കിൽ ഇവിടുത്തെ ഗതാഗത സൗകര്യങ്ങൾ ഉറപ്പുവരുത്തും വിധം ഫ്ലൈ ഓവർ ഉൾപ്പെടെയുള്ള റിംഗ് റോഡ് ഉൾപ്പെടെയുള്ള പശ്ചാത്തല സൗകര്യ വികസനത്തെ സംബന്ധിച്ച് വിവിധ ഘട്ടങ്ങളിൽ MLA ഉറപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെ റിംഗ് റോഡിന്റെ കാര്യത്തിൽ മാത്രമല്ല, വിവിധങ്ങളായ കാര്യങ്ങൾ ഓരോ പ്രദേശത്തും താൻ വിജയിച്ചാൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന നിലയിൽ വിശദീകരിച്ച അല്ലെങ്കിൽ പ്രഖ്യാപിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലേക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല. ഈ കുറ്റവിചാരണ സദസ്സിൽ ഈ പ്രദേശത്തെ, ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ ഭാഗമായി നിന്ന് ഞങ്ങൾ ചോദിക്കുന്ന ന്യായമായ ചോദ്യം, ഈ മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറ്റാൻ ഉപകരിക്കും വിധം ആ പദ്ധതികൾ എന്തുകൊണ്ട് പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ ആരംഭിക്കാൻ MLA മുൻകൈയെടുക്കുന്നില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ കുറ്റവിചാരണ സദസ്സിലൂടെ ഇടതുപക്ഷം മുമ്പോട്ട് വയ്ക്കുന്നത്. മുതിർന്ന CPI നേതാവ് AS രാജൻ അധ്യക്ഷത വഹിച്ചു. LDF നേതാക്കളായ MM അശോകൻ, CN പ്രഭുകുമാർ, സണ്ണി കുര്യാക്കോസ്, ഫെബീഷ് ജോർജ്, അരുൺ അശോകൻ, തൊമ്മച്ചൻ തേക്കുംകാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു.